നമസ്തേ. നമ്മളിന്ന് 2025 പുതുവത്സര ഫലം. അപ്പോൾ 2025 വ്യാഴം, ശനി, രാഹു, കേതു ഇതൊക്കെ മാറ്റമുണ്ട്. ഈ 4 ഗ്രഹങ്ങൾ 2025 മാറുന്നുണ്ട്. അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. ഇപ്പോൾ അവർക്ക് അനുകൂലമായ സമയമാണ്. ഏപ്രിൽ മുതൽ അനുകൂലത കുറയും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. ഏപ്രിൽ മുതൽ ഇവർക്ക് കുറച്ച് അനുകൂലത കുറയും. ബന്ധുജന സഹായങ്ങൾ കുറയും. അന്യദേശ ഗമനം, ഭൗതിക സുഖങ്ങൾ കുറവ്, കുടുംബ ജീവിതത്തിലൊരു വിരക്തി, വേർപിരിയൽ ഇതൊക്കെ ഏപ്രിൽ മുതൽ വന്നു തുടങ്ങും. മാനസിക ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കും. എങ്കിലും ഭൂമി ലാഭം, ഗൃഹലാഭം, ധനലബ്ധി, അംഗീകാരങ്ങൾ, വിവാഹയോഗം എന്നീ പദവികളൊക്കെ ലഭിക്കുക തന്നെ ചെയ്യും മേടക്കൂറുകാർക്ക്. ഇതൊക്കെയാണെങ്കിലും തൊഴിൽ സ്ഥലത്ത് മേലാധികാരികളുടെ അപ്രീതി മൂലം ട്രാൻസ്ഫർ പോലെയുള്ള ദൂരദേശ ഗമനവും ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. ശത്രുക്കൾ മൂലം മനസ്വസ്ഥത കുറയും. തൊഴിൽ രംഗത്തായാലും അവിചാരിതമായിട്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. അവരുമായിട്ട് ഉല്ലാസ യാത്രകൾ നടത്തും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കാവുന്ന സമയമാണ് 2025 പകുതി മുതൽ. എങ്കിലും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ജാതകത്തിലും കൂടി അനുകൂലത ഉണ്ടെങ്കിൽ യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന ചില പദ്ധതികളിൽ ധനനഷ്ടം, കൂട്ടു സംരംഭങ്ങളിൽ വേർപിരിയൽ, ഉലച്ചിൽ ഇതൊക്കെ 2025 ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ല. എങ്കിലും അനാവശ്യമായ ഒരുപാട് ചിലവുകൾ വന്നു ചേരും. സന്താന സ്ഥാനീയരിൽ നിന്ന് അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങളും ഉണ്ടായിരിക്കും. അത് കരുതിയിരിക്കുക. വാഹന അപകടങ്ങൾ ഉണ്ടാകും. ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഇതൊക്കെ ആരോഗ്യരംഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടും. വിദേശ ഗുണവും വിദേശ ധനസഹായവും ലഭിക്കുന്ന വർഷമാണ് 2025 മേടക്കൂറുകാർക്ക്. എങ്കിലും വിശ്വാസ വഞ്ചനയിൽപ്പെട്ട് സാമ്പത്തിക നഷ്ടവും വന്നു ചേരാവുന്ന സമയമാണ്. ഇത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവരുടെ പൊതുവായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അശ്വതി നക്ഷത്രത്തിന് വന്നു ചേരാവുന്ന ചില തിക്താനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ലഭിച്ചോളും. തിക്താനുഭവങ്ങൾ പറയുമ്പോഴാണ് അത് ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ: ആരോഗ്യരംഗത്ത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക. വാഹന അപകടങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാർ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വർഷം അത് ഉപയോഗിക്കാതെ, പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാഹന അപകടങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ വരാം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന യോഗമുള്ള സമയമാണ്. തൊഴിൽ രംഗത്താണെങ്കിൽ ഉന്നത അല്ലെങ്കിൽ നമ്മളുടെ അധികാരികളൊക്കെ ആയിട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാവുന്ന സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ചില ഗുണങ്ങളും ഉണ്ടാവും. സ്നേഹിതരൊക്കെ ആയിട്ട് ഉല്ലാസ യാത്രകളും നടത്താം. ഈ യാത്രകളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഈ ഭരണി നക്ഷത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ: ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. കൂട്ടുകച്ചവടത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങൾ, വേർപിരിയൽ ഇതൊക്കെ ഉണ്ടാവാം. സാമ്പത്തികപരമായ വഞ്ചനകൾ അനുഭവിക്കാൻ 2025 യോഗമുള്ള സമയമാണ്. തൊഴിൽ മാറ്റം ഇതൊക്കെ ഉണ്ടാവാം. ബന്ധുക്കളൊക്കെ ശത്രുക്കളാവാം. ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരസ്യമാകാവുന്ന വർഷമാണ് 2025. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസതയും വർദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ അശ്വതി ഭരണിയുടെ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇടവക്കൂറുകാരുടെ കാര്യമാണ്. ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ഇപ്പോൾ അത്ര അനുകൂലതയില്ല. എങ്കിൽ ഏപ്രിൽ മുതൽ ചെറിയ അനുകൂലതയൊക്കെ വന്നു തുടങ്ങും. അംഗീകാരങ്ങൾ, ധനവർദ്ധനവ്, സന്താന സൗഖ്യം, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അന്യദേശവാസം, ഭൂമി ലാഭം, ഗൃഹലാഭം
കൃഷിയിൽ ലാഭം, വിദ്യാർത്ഥികൾക്ക് ഗുണം, പണ്ഡിതന്മാരുമായിട്ട് സംവാദങ്ങൾ നടത്താം, കലാസാഹിത്യാദി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണമുള്ള സമയമാണ് ഏപ്രിൽ മുതൽ ഇടവക്കൂറുകാർക്ക്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും ധനവും ചിലവഴിക്കും. കച്ചവട പുരോഗതി ഉണ്ടാകും. തൊഴിൽ രംഗം വിപുലീകരിക്കലാവാം. പിന്നെ സഹോദരങ്ങൾക്കായിട്ട് ധനം ചിലവാക്കേണ്ടി വരും. പഴയ സാധനങ്ങൾ പരിപാലിക്കുന്നതിൽ താല്പര്യം കൂടും. എങ്കിലും കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ, ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളും കരുതിയിരിക്കണം. കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ സാധ്യത കുറയും. ബന്ധുജന വിയോഗം ഉണ്ടാകും. പിതൃസ്ഥാനീയർക്ക് ദുരിതമായിരിക്കും. കുടുംബത്തിലാണെങ്കിൽ പങ്കാളി സന്താനങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഇത്രയും നാളുണ്ടായിരുന്ന ഒരു കാര്യത്തിലൊക്കെ ഒരു മന്ദത മാറിയിട്ട് സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇടവക്കൂറുകാർക്ക് സാധിക്കും. ഏപ്രിൽ മുതൽ ശ്രദ്ധിക്കേണ്ടത് വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്ത് തൻ്റെ കീഴിൽ ജോലിക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന യോഗമുള്ള സമയമാണ്. എങ്കിലും ആരോപണങ്ങൾ കേൾക്കേണ്ടി വരാം. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ബന്ധുവിരോധം സമ്പാദിക്കാവുന്ന സമയമാണ്. പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ഉദരരോഗങ്ങൾ, പനി പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവക്കൂറുകാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് 2025. ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ്. അതിൽ കാർത്തികയുടെ കാര്യമാണ് പറയുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യങ്ങൾ, പൂർവിക സ്വത്തൊക്കെ കിട്ടാവുന്നവർക്കൊക്കെ കിട്ടാം. തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാവാം. അംഗീകാരങ്ങൾ ലഭിക്കാം. തൊഴിൽ രംഗത്താണെങ്കിൽ തൻ്റെ ജോലി അല്ലാതെ അധിക ചുമതലകളും കൂടി ചെയ്യേണ്ടി വരാം. സാഹിത്യകാരന്മാർക്ക്, കലാകാരന്മാർക്കൊക്കെ ഗുണമുള്ള സമയമാണ്. എങ്കിലും ഏത് കാര്യത്തിലുമുള്ള പെട്ടെന്നുള്ള എടുത്തുചാടി പ്രവർത്തിക്കൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. 2025 പകുതിയോടുകൂടി അനുകൂലമായിത്തീരും. ഇനി രോഹിണിയെക്കുറിച്ച് എടുത്തു പറയേണ്ടത്, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന യോഗമൊക്കെ ഉള്ള സമയമാണ്. ആരോപണങ്ങൾ കേൾക്കാം. അനാവശ്യ ചിലവുകൾ വന്നു ചേരാം. തൊഴിൽ രംഗത്താണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അകന്നു നിന്നിരുന്നവരൊക്കെ അടുക്കാൻ യോഗമുള്ള സമയമാണ്. പിന്നെ അകന്നു നിന്നിരുന്ന ദമ്പതിമാർ, ദാമ്പത്യ ജീവിതത്തിൽ അകന്നു നിന്ന ദമ്പതിമാർക്കൊക്കെ ഒന്നിക്കാൻ പറ്റുന്ന ഒരു കൊല്ലമാണ് 2025 പകുതിയോടുകൂടി ആരംഭിക്കും. മറ്റുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാവുന്ന വർഷം. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, മധ്യസ്ഥം പറയുന്നത്, ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് മധ്യസ്ഥം പറയുന്നത് ഈ വർഷം ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്ന പരിപാടിയും ഈ വർഷം ഒഴിവാക്കുക. ഇനി അടുത്ത മകീരത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ ചില ആനുകൂല്യങ്ങൾ, അതിനൊക്കെ ഒരു കാലതാമസം മകീരം നക്ഷത്രക്കാർക്ക് 2025 വരാം. പിന്നെ അയൽവക്കക്കാരൊക്കെ ആയിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം. എങ്കിലും കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർക്ക് ഗുണമുള്ള ഒരു സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ തോന്നാവുന്ന വർഷമാണ്. തൊഴിലില്ലാതെ ലഭിക്കുന്ന യുവാക്കൾക്കൊക്കെ തൊഴിൽ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താനയോഗമുള്ള സമയമാണ്. എങ്കിലും ചൂഷണത്തിന്, മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയരാകാതിരിക്കാൻ, ചൂഷണത്തിന് നിന്ന് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മകീരം നക്ഷത്രക്കാർ. ഇനി അടുത്ത മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മകീരത്തിൻ്റെ അവസാന പകുതിയാണ് മിഥുനക്കൂറ്. തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ്. അപ്പോൾ അവർക്ക് പൊതുവായിട്ട് ആരോഗ്യഹാനി, ദേഹാരിഷ്ടതകൾ, അപകടങ്ങൾ, വീഴ്ച, ശത്രുവർദ്ധനവ് ഇതൊക്കെ വരാം. കലാസാഹിത്യാദിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുള്ള സമയമാണ്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ 2025 വരാം. സഹോദര സ്ഥാനീയർക്കൊക്കെ ഗുണമുള്ള വർഷമാണെങ്കിലും അവരുമായിട്ട് കലഹ സാധ്യതയ്ക്കും യോഗമുള്ള സമയമാണ്. വിദേശപരമായ കാര്യങ്ങളിൽ ഗുണമുള്ള ഒരു വർഷമാണ്. ധാർമ്മിക കാര്യങ്ങളിൽ ഒരു വിപ്രതിപത്തിയൊക്കെ തോന്നുന്ന ഒരു വർഷമാണ്. അത് ശ്രദ്ധിക്കുക. ധാർമ്മിക കാര്യങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക്, ആനുകൂല്യങ്ങൾക്കൊക്കെ കാലതാമസം ഉണ്ടാകാം. മത്സരബുദ്ധി മിഥുനക്കൂറുകാരെ കുറച്ച് കുറയ്ക്കുക ഈ വർഷം.
അയൽക്കാരൊക്കെ ആയിട്ട് വഴക്കുകൾ, തർക്കങ്ങൾ, കേസുകളിലൊക്കെ ചെന്നപ്പെടാം. പ്രത്യേകിച്ച് മകീരം നക്ഷത്രക്കാരും ഇതിനെക്കുറിൽ വരുന്ന മകീരം നക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ തൊഴിൽ രംഗത്ത് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ, സന്താന യോഗം, അനാരോഗ്യം അലട്ടും, ആശുപത്രിവാസം വേണ്ടിവരും, അനാരോഗ്യം മൂലം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായിട്ട് വരാം. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള വർഷമാണ്. കൂട്ടുകച്ചവടത്തിൽ ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങളും ഉണ്ടാകാം. ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാം. വിവാഹ കാര്യങ്ങളിൽ സ്വയം തീരുമാനം എടുക്കാം. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലതയുണ്ട്. ശൗര്യവും ധൈര്യവും കൂടും. മിഥുനക്കൂറുകാർക്കിടെ പൊതുവായിട്ടുള്ള കാര്യമാണ്. അതിൽ മകീരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി തിരുവാതിരയുടെയും പുണർദത്തിൻ്റെയും പൊതുവായിട്ടുള്ള കാര്യം പറയുകയാണ്. അടുത്ത തിരുവാതിരയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ഗുണമുള്ള ഒരു വർഷമാണ്. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായ സമാഗമം വീടുകളിൽ ഉണ്ടാകാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബന്ധുക്കളൊക്കെ ആയിട്ട്, മിത്രങ്ങളൊക്കെ ആയിട്ട്, അയൽക്കാരൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ്. അത് ശ്രദ്ധിക്കുക. ആശുപത്രിവാസവും ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിവരുന്ന സമയമാണ്. പുതിയ ഡോക്ടർമാർക്കൊക്കെ ശസ്ത്രക്രിയ ചെയ്യാനും ഒരു അനുകൂലത കിട്ടുന്ന സമയമാണ്. പിന്നെ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 2025. ഇനി പുണർദത്തെക്കുറിച്ചാണ് പറയുന്നത്. പുണർദംകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പോലീസ് അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ വരാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. കൂട്ടുകച്ചവടങ്ങൾ അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില കരാറുകൾ, ഇതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ്. വാഹന യോഗം ഉള്ള സമയമാണ്. ബന്ധുക്കൾ, മിത്രങ്ങൾ, അയൽക്കാരൊക്കെ ആയിട്ട്, സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം, കടബാധ്യത കൂടും. മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള പ്രവണതയും ആജ്ഞാപന ശക്തിയും കൂടുന്ന വർഷമാണ് പുണർദ നക്ഷത്രക്കാർക്ക്. അത് അവർക്ക് തന്നെ വിനയായി തീരാവുന്ന ഒരു സമയം കൂടി ആയതിനാൽ ശ്രദ്ധിക്കുക. ആജ്ഞാശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു വർഷം കൂടിയാണ് 2025 പുണർദത്തിന്. ഇനി പൂയം നക്ഷത്രത്തെക്കുറിച്ച് പറയാണ്. പൂയം നക്ഷത്രം എന്നത് കർക്കിടക്കൂറിലാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ്. കർക്കിടക്കൂറിൻ്റെ കാര്യം പൊതുവായിട്ട് പറയുമ്പോൾ, ദേഹാധിഷ്ഠതകൾ, മറ്റുള്ളവരിൽ നിന്നുള്ള ശാരീരിക മാനസിക ക്ലേശങ്ങൾ, ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം തക്ക സമയത്ത് ലഭിക്കാതിരിക്കുക, അന്യദേശവാസം വേണ്ടിവരുന്ന സമയം, പങ്കാളിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, വീട് മൂടി പിടിപ്പിക്കൽ, സന്താനയോഗം, എങ്കിലും സന്താനങ്ങളാൽ മനക്ലേശം, അവരെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക, അവരിൽ നിന്നുള്ള സഹായങ്ങൾ കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. പരബന്ധത്തിൽ താല്പര്യം, ആ നിലയിൽ ഭാഗ്യക്കേട് വരാം, അത് ശ്രദ്ധിക്കുക. ബന്ധുക്കൾ, മിത്രങ്ങളൊക്കെ ആയിട്ട് കലഹം, തലവേദന, പനി, നേത്രരോഗങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടും. 2025 ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ ഇതൊക്കെ കർക്കിടക്കൂറുകാർക്ക് വന്നു ചേരാവുന്ന ഒരു വർഷമാണ് 2025. പിന്നെ ഇഴജന്തുക്കളിൽ നിന്നുള്ള ഭയം, എങ്കിലും ഇവരുടെ വാക്കുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇവർ ശ്രദ്ധിക്കേണ്ടത് പരദൂഷണം പോലെയുള്ള കാര്യങ്ങൾ പരനിന്ദ ചെയ്യാതെ ശ്രദ്ധിക്കുക. ദുർജന സംസർഗം മൂലം പല ബുദ്ധിമുട്ടുകളും കർക്കിടക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു വർഷമാണ്. എങ്കിലും മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പുനരാരംഭിക്കാൻ യോഗമുള്ള ഒരു വർഷമാണ്. മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പുതിയ തൊഴിലിൽ പ്രവേശിക്കാം. നമ്മൾ ചെയ്തു വെച്ച മുൻകാല പ്രവൃത്തിയുടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് 2025. നിയമ നടപടികളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുനർവിവാഹ യോഗമുള്ള സമയമാണ്. പഴയ ചില ബന്ധങ്ങൾ നമ്മളെ തേടി വരാം. എങ്കിൽ സ്വന്തം ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ കേൾക്കും. പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ, പങ്കാളിയെ വേർപിരിഞ്ഞു നിൽക്കുക, ആശുപത്രിവാസം ഇതൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക്കൂറുകാർക്ക്. കർക്കിടകക്കൂർ എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്ല. പുണർദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൂയം നക്ഷത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, സമർത്ഥമായിട്ട് കാര്യങ്ങൾ, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും.
സഹോദര സ്ഥാനീയരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന വർഷം. തലവേദന, നേത്രരോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ഓഫീസിലായാലും ഒക്കെ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറ്റം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, വഞ്ചിക്കപ്പെടാം. പഴയ ചില ബന്ധങ്ങൾ പുതുക്കും. മാതൃസ്ഥാനീയരുമായിട്ട് ഭിന്നത ഉണ്ടാകുന്ന സമയം. വീടൊക്കെ പുതുക്കി പണിയാൻ യോഗമുള്ള സമയം. വിദേശയാത്രാ യോഗം ഇതൊക്കെ ഉള്ള സമയമാണ് പൂയം നക്ഷത്രത്തിൽ. ഇനി ആയില്യം നക്ഷത്രമാണ് കർക്കിടക്കൂറ് വരുന്നത്. അവർക്ക് ആയില്യം നക്ഷത്രത്തിന് തൊഴിൽ ഗുണം. തൊഴിൽ ചില സ്ഥലത്ത് ചില എതിർപ്പുകളും ഉണ്ടാകും. അതുമൂലം മനോവിഷമങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയം. ഇവരുടെ സ്വന്തമായ തീരുമാനം ഉണ്ടാവും, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവും. അത് ജീവിതചര്യയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കാം. മാതൃക്ലേശം, രക്ഷിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം, വിവാഹത്തിന് പ്രായമായവർക്ക് വിവാഹയോഗം ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ, പിന്നെ വിദേശത്ത് നിന്ന് ഗുണാനുഭവങ്ങൾ, അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ലഭിക്കുക, പുരസ്കാരങ്ങൾ ലഭിക്കുക, വിദേശത്തേക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണാനുഭവങ്ങൾ. പെട്ടെന്നുള്ള രോഗങ്ങൾ നിമിത്തം ആശുപത്രിവാസവും ആയില്യം നക്ഷത്രക്കാർക്ക് വേണ്ടിവരും. അടുത്ത ചിങ്ങക്കൂറുകാരുടെ പൊതുവായ ബലം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. വാക്ക് തർക്കങ്ങളിൽ നിന്ന് ചിങ്ങക്കൂറുകാർ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ദേഷ്യം വർദ്ധിക്കുന്ന സമയമാണ്. സ്വജന കലഹങ്ങൾ അതുമൂലം ഉണ്ടാകും. മാതാവിന് ആരോഗ്യഹാനി, സ്വജനങ്ങൾക്ക് ദുരിതങ്ങൾ, പ്രിയജനങ്ങൾക്ക് രോഗാതി ദുരിതങ്ങളും ആശുപത്രിവാസവും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേടുക, ചില പ്രണയബന്ധങ്ങൾ ദുരിതാനുഭവങ്ങൾ നൽകുക, പൂർവിക സ്വത്ത് ക്രയവിക്രയം ചെയ്യേണ്ടി വന്നേക്കാം, കേസുകൾ വരാം, കോടതി വ്യവഹാരങ്ങൾ വരാം. എങ്കിലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗം, വീട്ടിലെ ചില പൂജാതി കർമ്മങ്ങൾ നടക്കാൻ യോഗം, ബന്ധുക്കളൊക്കെ ആയിട്ട് വിയോജിപ്പ്, വാക്ക് തർക്കങ്ങൾ, ഇതൊക്കെ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിൽ വരുന്ന മകം നക്ഷത്രത്തിൻ്റെ കാര്യം എടുത്തു പറയാണ്. അവർക്ക് ഇത്തിരി ദേഷ്യം കൂടുന്ന സമയമാണ്. പ്രണയബന്ധത്തിൽപ്പെട്ട് ദുരിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ആവശ്യമില്ലാത്ത ബന്ധത്തിൽ ചെന്നുപെട്ട് ദുരിതാനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് മകം നക്ഷത്രത്തിലുള്ളവർക്ക്. ഇവരുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങൾ ഉണ്ടാകാം. പൊതുവെ ശരീരസുഖം കുറവ്, കുടുംബസുഖം കുറവ്. ധനപരമായിട്ട് വർധനവും തൊഴിൽ ഗുണവും ഒക്കെ മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുമെങ്കിലും ബന്ധുക്കളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ, അപവാദം കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നിയമ നടപടികൾ ഏർപ്പെടുക, അതിനെ സംബന്ധിച്ച് കോടതി വ്യവഹാരങ്ങളിൽ ചെന്നപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. ശ്രദ്ധിക്കുക. വീട്ടിലെ പൂജാതി കാര്യങ്ങൾ നടക്കാം, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരാവുന്ന സമയം, ജോലി നഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് നാട്ടിൽ വരാവുന്ന ഒരു സമയം. പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങൾ മേടിക്കാവുന്ന സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക്. അടുത്ത പൂരം നക്ഷത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന കാര്യം, സുഹൃത്തുക്കൾ നിമിത്തം ധനച്ചിലവുകൾ കൂടും. ഉന്നത വ്യക്തികളുടെ വിരോധം 2025 സമ്പാദിക്കും. അറിയാത്ത ബിസിനസ്സിൽ ചെന്നുപെട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം അറിയാത്ത ബിസിനസ്സൊക്കെ ചെന്ന് ചാടി ധനനഷ്ടം വരുത്തുന്ന ഒരു വർഷം കൂടി ആയതിനാൽ പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് കന്നിക്കൂറുകാരുടെ പൊതുവായ ഫലം. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. അവർക്ക് സംരംഭങ്ങളിൽ പ്രതിബന്ധങ്ങൾ വരാം. കൂട്ടുസംരംഭങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വരാം. ആരോഗ്യഹാനി, സ്വജനങ്ങളായിട്ട് കലഹങ്ങൾ, മിത്ര കുടുംബ സമാഗമങ്ങൾ, ദുർജന സംസർഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുക, മാതൃദുരിതം, അമിത ചിലവ്, പ്രദേശവാസം, വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് എത്തിച്ചേരാം, വാതരോഗങ്ങൾ അലട്ടും, ത്വക്ക് രോഗങ്ങൾ അലട്ടും, തൊഴിൽ രംഗത്ത് ശത്രുശല്യങ്ങൾ വർദ്ധിക്കാം, മേലാധികാരികളുടെ ഇടപെടലുകൾ തൊഴിൽ പ്രയാസം ഉണ്ടാക്കും,
വിദ്യാഗുണം, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന യോഗം, അനാവശ്യ ബന്ധങ്ങളിൽ ചെന്നുപെട്ട് ദുരിതം അനുഭവിക്കുക. ഇതൊക്കെയാണ് കന്നിക്കൂറുകാർ. ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. അവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതിൽ തന്നെ ഇനി പറയാനുള്ളത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. എടുത്തു പറയേണ്ടത് തൊഴിലിൽ പുരോഗതിയും ഒക്കെ ഉണ്ടാകും. യാത്രകളിൽ ശ്രദ്ധിക്കുക. ധനനഷ്ടങ്ങൾ വരാം, വിലപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെടാം. അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ട് ചില ചിലവുകൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ വാക്ക് തർക്കങ്ങൾ മൂലം അസ്വാരസ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. പുണ്യക്ഷേത്ര ദർശനം 2025 ഉണ്ടാകും. തൊഴിൽ രംഗത്താണെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും. അതാണ് ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് എടുത്തു പറയാവുന്നത്. ഇനി അത്തം നക്ഷത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാം. വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടും. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ ഇടപെടലുകൾ നമുക്ക് തൊഴിൽ രംഗത്ത് കിട്ടാനുള്ള ഗുണം അത് ഇല്ലാണ്ടാക്കും. ഒടിവ്, ചതവ് പോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാവും. അപവാദം കേൾക്കും. തൊഴിൽ രംഗത്ത് വൈഷമ്യങ്ങൾ അനുഭവിക്കും. അപവാദം നിമിത്തം ചിലപ്പോൾ തൊഴിൽ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായൊക്കെ വരാം. കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്കൊക്കെ ഗുണമുള്ള വർഷമാണ് 2025. ഇനി ചിത്രയെക്കുറിച്ച് പറയുമ്പോൾ, ചിത്ര എന്ന് പറയുന്നത് കന്നിക്കൂറിലും തുലാക്കൂറിലും വരുന്നതാണ്. അപ്പോൾ തുലാക്കൂറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിത്രയെക്കുറിച്ച് പറയാം. തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയുടെ അവസാന പകുതി ചോദ്യവിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ്. അപ്പോൾ അവർക്ക് പൊതുവായിട്ട് കുടുംബാഭിവൃദ്ധി, ധനപുഷ്ടി, വാക്സാമർത്ഥ്യം, ആത്മീയ കാര്യങ്ങളിൽ, പുണ്യക്ഷേത്ര ദർശനങ്ങളിലൊക്കെ താല്പര്യം, ധാർമ്മിക കാര്യത്തിലൊക്കെ താല്പര്യം. ഇപ്പോൾ അവർക്ക് വ്യാഴ അഷ്ടമത്തിലാണ്. മാർച്ച് 29 അത് മാറുമ്പോൾ ശനിമാറ്റമുണ്ട്. മെയ് മാസത്തിൽ വ്യാഴമാറ്റമുണ്ട്. രാഹുകേതുക്കളൊക്കെ മാറും. മെയ് 14 വ്യാഴവും മെയ് 18 രാഹുകേതുക്കളൊക്കെ മാറുമ്പോൾ, വ്യാഴം 9 മാറുമ്പോൾ അവർക്ക് ഇപ്പോഴുള്ള ഈ വൈഷമ്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒരു ധാർമ്മിക കാര്യത്തിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാകുന്ന സമയം. സ്വജനങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആത്മനിയന്ത്രണം പാലിക്കുക. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെറിയ യാത്രകൾ നടത്താം. അന്യദേശവാസം, സ്വജന വിരഹം ഇതൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാം. ധനലാഭം ഉണ്ടാവും. പിന്നെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. മാനഹാനിയും ധനനഷ്ടവും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്നുപെട്ട് ഉണ്ടാകാം. വസ്ത്രങ്ങൾക്ക്, ആഭരണങ്ങൾ ഇതൊക്കെ ലഭിക്കാവുന്ന സമയം. വാഹന ലാഭം, ഭൂമി ഇതൊക്കെ ലഭിക്കാവുന്ന സമയം വർഷമാണ് 2025. എങ്കിലും ഉദര സംബന്ധമായ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തടസ്സങ്ങൾ, അലസത ഇതൊക്കെ ഉണ്ടാവാം. സന്താനങ്ങളെ ചൊല്ലി മനോവ്യസനങ്ങളും തുലാക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇനി ചിത്രയെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ, തൊഴിൽ മേഖലയിൽ മേലാധികാരികളുടെ ഇടപെടൽ ഉണ്ടാവും. അത് മനപ്രയാസങ്ങൾ ഉണ്ടാക്കും. എങ്കിലും തൊഴിൽ ലഭിക്കാത്തവർക്ക് പുതിയ തൊഴിൽ മേഖലയ്ക്ക് യോഗമുള്ള സമയമാണ്. ഇവരെ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകളിൽ കടന്നുകൂടുന്ന ചില പിഴവുകളുണ്ട്. അതായത് പാളിച്ചകൾ. അത് നമ്മൾ പറയണമെന്നുദ്ദേശിച്ച് ഇരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ നാക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ചില പാളിച്ചകൾ, പിഴവുകളൊക്കെ നമുക്ക് തന്നെ അപമാനമായിട്ട് വരാവുന്നൊരു വർഷമാണ് 2025. അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് മൗനം പാലിക്കുക. പിന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഒരു വിള്ളൽ, അകൽച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് 2025. അപ്രതീക്ഷിതമായിട്ട് പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടാവുന്ന വർഷവും കൂടിയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് 2025. ഇനി അടുത്ത ചോതി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണ്. കർമ്മ മേഖലയിൽ നമ്മുടെ ജോലി കൂടാതെ അധിക ഭാരം കൂടി. കർമ്മമേഖല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം, തൊഴിലാണെങ്കിൽ തൊഴിൽ, അങ്ങനെ നമ്മുടെ കർമ്മം എന്താണോ അത്, ആ മേഖലയിൽ അധിക ഭാരം ഉണ്ടാകുന്ന വർഷമാണ് 2025. സ്നേഹിതരൊക്കെ ആയിട്ട് ചെറിയ യാത്രകൾ, വീട് പുതുക്കിപ്പണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടുമായി ബന്ധപ്പെട്ട് ഗുണം. ഇവരും വാക്കുകളിൽ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്.
കലാകാരന്മാർക്ക് ഗുണമുള്ള സമയമാണ് 2025. ശത്രുക്കളെയൊക്കെ നയപരമായിട്ട് പരാജയത്തിലെത്തിക്കാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് 2025 കഴിയും. വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരിൽ അധികൃതരിൽ നിന്നൊക്കെ ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ വേണ്ട സമയത്ത് സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള ഒരു വർഷം കൂടിയാണ് 2025. അതറിഞ്ഞു പോവുക. ഇനി അടുത്ത വിശാഖം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയോ വീടോ ഇതൊക്കെ അധീനതയിൽ വരാവുന്ന സമയം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുള്ള സമയം. വീട്ടിൽ ഗൃഹാന്തരീക്ഷം പൊതുവെ തൃപ്തികരമായിരിക്കില്ല. കർമ്മരംഗത്താണെങ്കിലും ഒരു അതൃപ്തി ഒക്കെ ഉണ്ടാവും. വീടുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ യോഗമുള്ള ഒരു വർഷമാണ് 2025. ശത്രു ശല്യങ്ങൾ മൂലം മനസ്സ് വ്യാകുലപ്പെടുന്നൊരു വർഷമാണ്. ഇഷ്ടജന വിയോഗവും ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഇനി വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ്. വൃശ്ചികക്കൂറ് എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. അവർക്ക് പൊതുവായി പറഞ്ഞാൽ കർമ്മരംഗത്ത് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, ചില വൈഷമ്യങ്ങൾ, ചില വാക്ക് തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക. ഇത് മനോവിഷമങ്ങൾ വർദ്ധിപ്പിക്കുക. ധനപരമായ കാര്യങ്ങളിൽ അധിക ചിലവുകൾ വന്നു ചേരാവുന്ന സമയം. വിദേശവുമായി ബന്ധപ്പെട്ട അലച്ചിൽ. പിന്നെ മാതൃദുരിതം, മാതാവിനത്ര അനുകൂലമല്ല. വാഹനവുമായി ബന്ധപ്പെട്ട് ചില അധിക ചിലവുകൾ, വാഹനാപകടങ്ങളൊക്കെ വരാം. അതൊക്കെ ശ്രദ്ധിക്കുക. മിത്രങ്ങൾ ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ. പിന്നെ ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാനുള്ള വർഷമാണ് 2025. വൃശ്ചികക്കൂറുകാർക്ക് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക. എടുത്തു ചാടി പറയരുത്, പ്രവർത്തിക്കരുത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു മേന്മക്കുറവും വൃശ്ചികക്കൂറുകാർക്കുണ്ടാവും. വീട്ടിലെ ചില മംഗളകാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എങ്കിലും നിശ്ചയിച്ച ചില വിവാഹങ്ങൾ മാറ്റിവെക്കപ്പെടാം. വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരാം. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗമൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ട്. അപ്പോൾ വൃശ്ചികക്കൂറ് എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. അപ്പോൾ അതിനകത്ത് അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2025 വാദപ്രതിവാദങ്ങളിൽ, തർക്കങ്ങളിൽ ഒക്കെ ഏർപ്പെടാനുള്ളൊരു പ്രവണത വർദ്ധിക്കുന്ന സമയമാണ്. ഒരു ഏകാധിപത്യ പ്രവണത കൂടുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കുക. അനിഴം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലായാലും തൊഴിൽ രംഗത്തായാലും ഒക്കെ ഒരു ഏകാധിപത്യ പ്രവണത കൂടുന്ന സമയമാണ്. അത് പരമാവധി ഒഴിവാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ധനം ചിലവഴിക്കും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ സ്ഥലത്ത് പുതിയ ചില ശത്രുക്കളെ സൃഷ്ടിക്കും. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള വർഷമാണ്. ഇനി തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ തൊഴിൽ ഗുണം. ഇവർ ഈ 2025 വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു സമയമാണ്. ക്ഷേത്രവുമായി പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുള്ള സമയമാണ്. വിവാഹ യോഗം ഉള്ള സമയമാണ്. ആരോഗ്യരംഗത്താണെങ്കിൽ പകർച്ചവ്യാധികൾ പെട്ടെന്ന് ഇവരെ പിടിപെടാം. ഇവർക്കിടെ മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. സന്താനങ്ങളുടെ തൊഴിലിലും ഗുണം കുറയും. എങ്കിലും കടം വാങ്ങിയൊക്കെ സുഖഭോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ. അത് പിന്നീട് അങ്ങോട്ട് കടബാധ്യത ഏറും എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യമാണ്. മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. പൊതുവെ അവർക്ക് ധാർമ്മികത കൂടും. പുണ്യകർമ്മ താല്പര്യം, ധനധാന്യ ലാഭം, വസ്ത്രാഭരണാദി ലാഭം, വിദേശയോഗം, സഹോദര ഗുണം, ഭാര്യപുത്രാദി ലാഭമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ശേഷം ഏപ്രിൽ മുതൽ പിതൃ ദുരിതം ഇതൊക്കെ ഉണ്ടാകാം. എപ്പോഴും മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല മകരക്കൂറുകാർക്കിടെ.
പിന്നെ വഞ്ചന ഏൽക്കേണ്ടി വരും. ശത്രുപീഡകൾ നിമിത്തം, രോഗാതുരിതങ്ങൾ നിമിത്തം ഇതൊക്കെ മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കും. കേസുകളിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. ഗുരുസ്ഥാനീയരിൽ നിന്ന് ശാപാതി ദുരിതങ്ങളൊക്കെ ഏൽക്കാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. ബന്ധുക്കളൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയില്ലായ്മയും വാക്ക് തർക്കങ്ങളും ഒക്കെ ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അപ്പോൾ മൂലം നക്ഷത്രത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ 2025 എങ്ങനെയെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണമുള്ള സമയമാണ്. പൊതുവെ രാഷ്ട്രീയ രംഗത്ത് 2025 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് 2025. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണമുള്ള ഒരു സമയമാണ്. എങ്കിലും കുടുംബ സൗഖ്യം കുറയുന്ന ഒരു സമയമാണ്. മൂലം നക്ഷത്രത്തിന് സന്താനങ്ങൾ മൂലം ധനനഷ്ടം, സ്ത്രീകൾ മുഖേന മാനഹാനി, ഇതൊക്കെ സംഭവിക്കാവുന്ന വർഷമാണ് 2025. അതുകൊണ്ട് പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവും. പിന്നെ സ്നേഹിതരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ് 2025. പുണ്യക്ഷേത്ര ദർശനവും 2025 മൂലം നക്ഷത്രക്കാർക്ക് നടക്കും. ഇനി പൂരാടത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ ചിലവുകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുന്ന സമയം. പിണങ്ങി നിന്ന ബന്ധുക്കളൊക്കെ സൗഹൃദത്തിലാവും. യാത്രകൾ കൊണ്ട് കാര്യലാഭം ഉണ്ടാവും. ഗൃഹോപകരണങ്ങൾ വാങ്ങും. അതുമൂലം ചിലവുകൾ വർദ്ധിക്കും. ബന്ധുക്കളുടെ അനുകൂലത ഉണ്ടാവും. എങ്കിലും വയറ് സംബന്ധമായ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാം. കുടുംബത്തിൽ ബന്ധുജന വിയോഗം ഉണ്ടാവും. കുടുംബത്തിലെ അഭിവൃദ്ധി, സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ, കാര്യങ്ങൾക്ക് ഫലപ്രാപ്തിയുമൊക്കെ 2025 പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. അടുത്തത് മകരക്കൂറുകാരുടെ കാര്യമാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര, ഇതാണ് മകരക്കൂറ്. പൊതുവായിട്ട് പറഞ്ഞാൽ ദൗർഭാഗ്യവും ആരോഗ്യ പ്രശ്നങ്ങളും മകരക്കൂറുകാർക്ക് ഏപ്രിൽ മുതൽ ഉണ്ടാവും. വാക്കുകൾ മൂലം ശത്രുവർദ്ധനവ് അനുഭവപ്പെടും. ബന്ധുക്കളുടെ, മിത്രങ്ങളുടെ ഇടയിലൊക്കെ സ്വരച്ചേർച്ചയില്ലായ്മ. പ്രണയകാര്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവും. അത് വിവാഹത്തിലെത്തിക്കും. ദൂരയാത്രകൾ നടത്തും. കോടതി വ്യവഹാരങ്ങളിൽ തൃപ്തികരമായ വിജയം കുറവായിരിക്കും. ഉദരരോഗം, നയനരോഗം ഇതൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും. കാര്യസാധ്യത്തിന് കാലതാമസങ്ങൾ നേരിടും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ തടസ്സങ്ങൾ, അലസത ഇതൊക്കെ ഉണ്ടാവും. പിതൃസ്ഥാനീയർക്ക് ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാവും. എങ്കിലും കൃഷി ഗുണവും ഉണ്ടാവും. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അരയാണ് മകരക്കൂറ്. അപ്പോൾ ഉത്രാടത്തിനെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ കലാസാഹിത്യകാരന്മാർക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിക്കാം. വിവാഹയോഗമുള്ള സമയമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം. പകർച്ചവ്യാധികൾ പിടിപെടാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണമുണ്ട്. തൊഴിലിൽ നിസ്സാര വ്യക്തികളുടെ ശല്യപ്പെടുത്തലുകൾ ഉണ്ടാവും. ഉറ്റവരുമായി വേർപിരിഞ്ഞ് നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി തിരുവോണത്തെക്കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ: സന്താന ശ്രേയസ് വർദ്ധിക്കും. പങ്കാളിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേരാം, ശ്രദ്ധിക്കുക. ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാം. ദൂരയാത്രകൾ നടത്തും. ഇനി കുംഭക്കൂറാണ് പറയുന്നത്. പൊതുവായിട്ട് അവിട്ടത്തിൻ്റെ അവസാന അര, ചതയം പൂരിട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. പൊതുവായിട്ട് പറഞ്ഞാൽ ദേഷ്യം നിയന്ത്രിക്കുക കുംഭക്കൂറുകാർ. മിത്രങ്ങൾ, ബന്ധുക്കൾ ഒക്കെ
ശത്രുക്കളാകുന്ന സമയമാണ്. ശാരീരിക ക്ഷതങ്ങളേൽക്കാം, ഉറക്കക്കുറവുണ്ടാകാം, ചിലവ് വർദ്ധിക്കാം, സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം, മംഗളകർമ്മത്തിൽ പങ്കെടുക്കാം, പ്രവർത്തന മേഖലകളിൽ അംഗീകാരങ്ങൾ ലഭിക്കാമെങ്കിലും മേലാധികാരികളൊക്കെയായിട്ട് വാക്ക് തർക്കങ്ങൾ, സ്ഥാനമാറ്റങ്ങൾ, സ്ഥലമാറ്റങ്ങൾ ഇതൊക്കെ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുക. അതിനാ വേണ്ടത്. ഇപ്പോൾ 2ാം ഭാവത്തിൽ അവർക്ക് സർപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വാക്കുകൾ, നമ്മുടെ വാക്ക് തന്നെയാണ് നമുക്ക് ശത്രുക്കളായി തീരുന്നത്. അത് ശ്രദ്ധിക്കുക. എവിടെയായാലും മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുക. കാരണം വാക്കുകൾ മൂലം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന സമയമാണ്. അതുമൂലം സ്ഥാനമാറ്റങ്ങളും സ്ഥലമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും ഉപരിപഠന യോഗവും ഉണ്ട്. ഇവർക്കാണെങ്കിൽ സഹോദര സ്ഥാനയിൽ നിന്ന് ഇപ്പോൾ ഗുണം കുറവുള്ള സമയമാണ്. ആശുപത്രിവാസം വേണ്ടി വരാം. ത്വക്ക് രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം. അഗ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, ആയുധങ്ങൾ നിമിത്തമുള്ള അപകടങ്ങൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇഴജന്തുക്കളിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഇതൊക്കെ കരുതിയിരിക്കുക. എങ്കിലും ധനലാഭവും ഒക്കെ ഉണ്ടാവും. അന്യദേശവാസവും കുംഭക്കൂറുകാർക്ക് ഉണ്ടാവും. കുംഭക്കൂറിൽ വരുന്നതാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരിട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം. അപ്പോൾ അവിട്ടം നക്ഷത്രത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ പ്രവർത്തന മേഖലയിലെ ചെറിയ ഗുണമൊക്കെ ഉണ്ടാവും, വിപുലീകരണമൊക്കെ നടക്കാം. യാത്രയിലെ അപ്രതീക്ഷിത വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്ന് പ്രയാസങ്ങൾ, എങ്കിലും ചില സ്നേഹിതരിൽ നിന്ന് സഹായവും അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കും. സന്താന ഗുണമൊക്കെ ഉള്ള സമയം, തൊഴിൽ സ്ഥലം മാറാം, ഇതിനൊക്കെ യോഗമുള്ള സമയമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് 2025. ഇനി ചതയം നക്ഷത്രത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രവൃത്തികളിൽ ചില പ്രതിസന്ധി ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം. സന്താനങ്ങളെ ചൊല്ലി മനോവിഷമം അനുഭവിക്കാം 2025. വിദ്യാർത്ഥികൾക്ക് ഗുണമാണ്, ഉപരിപഠനത്തിന് യോഗമുണ്ട്. മാതുലന്, അത് അമ്മാവൻ പോലെയുള്ള ആളുകൾക്കൊക്കെ ആരോഗ്യഹാനി സംഭവിക്കാം. എങ്കിലും വീട്ടിലെ ചില മംഗളകാര്യങ്ങൾ നടക്കും. ഇവർക്കും സഹോദര സഹായം കുറവായിരിക്കും. ഇനി പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ വാക്കുകൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടി വരാം. പിതാവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പൊതുകാര്യത്തിൽ കൂടുതൽ ഈ വർഷം 2025 പൊതുകാര്യങ്ങളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. അവർക്ക് പൊതുവായി പറയുമ്പോൾ ഒന്നും അനുകൂലമല്ല ഗ്രഹങ്ങൾ, അതുകൊണ്ടാണ്. ഇനി അവർക്ക് ശനി മാർച്ച് 29 മാറുമ്പോൾ അത് ലഗ്നത്തിലേക്ക് വരുന്നു, അതും അനുകൂലമല്ല. അപ്പോൾ ദൂരദേശ ഗമനവും ധനച്ചിലവുകളും നാൽക്കാലി നാശവും സഞ്ചാരക്ലേശവും ഒക്കെ ഒറ്റ ഇതിൽ പറയേണ്ടി വരും. കർമ്മരംഗത്താണെങ്കിലും മനസ്വസ്ഥത കുറവ്, അത്യധ്വാനവും ഫലപ്രാപ്തി കുറവും, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ. സ്ഥാനഭ്രംശം സംഭവിക്കാം, ഭൂമി നഷ്ടം സംഭവിക്കാം, എപ്പോഴും ഒരു ഭയം, ഉത്കണ്ഠ, എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ എപ്പോഴും സംഭവിക്കാം. എങ്കിലും വാഹന ലാഭവും കുടുംബ സൗഖ്യവും, കാരണം വ്യാഴം മാറുമ്പോൾ 4ലേക്ക് മാറുമ്പോൾ ചെറിയൊരു ഇതൊക്കെ കിട്ടും. വാഹന ലാഭവും കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. അങ്ങനെയുള്ളവർ ജാതകം കൂടി പരിശോധിച്ചിട്ട് ചെയ്യാം. ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ, ബന്ധുക്കളുടെ ഇടയിൽ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, വേർപിരിയിലുണ്ടാവാം, അകന്നു നിൽക്കലുണ്ടാവാം. ഇതൊക്കെ മീനക്കൂറുകാർക്ക് ഉള്ള കാര്യമാണ്. മീനക്കൂറ് എന്ന് പറഞ്ഞാൽ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗമാണ്. ഉത്രട്ടാതി രേവതിയാണ്. പൂരുരുട്ടാതിയെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞു. ഇനി ഉത്രട്ടാതിയെക്കുറിച്ചാണ്. തീർത്ഥയാത്രകൾ കുടുംബസമേതം നടത്താം. ബന്ധുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കാവുന്ന ഒരു വർഷമാണ്. ശാരീരിക അധ്വാനം കൂടും, അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗം മോശമാവും. ചിലപ്പോൾ തൊഴിൽ രംഗത്ത് നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠന പ്രവേശനത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ സഹായിച്ചവർ തന്നെ വിരോധികളായി മാറും എന്നതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ. ഇനി അടുത്ത രേവതി നക്ഷത്രക്കാരുടെ കാര്യം. പുതിയ വീടിനൊക്കെ യോഗമുള്ള സമയമാണ്. പഴയ വീട് പുതുക്കി പണിയാനൊക്കെ യോഗമുള്ള സമയമാണ്. അഗ്നി ബാധ ഏൽക്കാം. അടുക്കളയിലൊക്കെ
ജോലി ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 2025 കുട്ടികളുടെ സന്താനങ്ങളുടെ ആരോഗ്യനിലയും അത്ര തൃപ്തികരമായിരിക്കില്ല. മാതാവൊക്കെ ആയിട്ടും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ദൂരയാത്രകൾ നടത്തും. ബന്ധുവിയോഗം ഉണ്ടാകും. പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരിക്ക് അത്ര അനുകൂല ആയിരിക്കില്ല. ഇത് 2025 പുതുവത്സര ഫലം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ലഗ്നവുമായി ബന്ധപ്പെട്ടല്ല, അതായത് വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല, നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, നാമജപാദികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക, അങ്ങനെ ദോഷങ്ങളെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.